Hi, good morning, students. Today we are going to a new chapter known as matrices. What is meant by a matrix? Matrix is a rectangular presentation of numbers in rows and columns. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ആകാം, ഇറ്റ് ക്യാൻ ബി സിംബൽസ്, ഇറ്റ് ക്യാൻ ബി ആൽഫബറ്റ്സ്, എനിത്തിങ്. ബട്ട് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ റെക്ടാങ്കുലർ വേ ബൈ യൂസിങ് റോസ് ആൻഡ് കോളംസ്. അങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ മെട്രിക്സ് ഇസ് എ റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ഓർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ സിംബൽസ് ഓർ ആൽഫബറ്റ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. Each matrix describes a phenomenon which is related with each other in some manner. അപ്പോൾ മെട്രിക്സ് പറയുന്നത്, മെട്രിക്സ് നോക്കി നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ബന്ധം നമുക്ക് പറയാൻ കഴിയും. What is arranged in the rows and columns. So in simple terms we can say that matrix is a rectangular array of numbers or symbols or alphabets in rows and columns. There are various types of matrices. അങ്ങനെയാണെങ്കിൽ ഓരോ മെട്രിക്സും എന്താണ് എന്നുള്ളത് പഠിക്കും. So the first one is rectangular matrix. Matrix with m rows and n columns is called a rectangular matrix. നമുക്കറിയാം ഓർഡർ എന്ന് പറയുന്നത് റോ ഇൻറ്റു കോളം. റോ ഇൻറ്റു കോളത്തെയാണ് നമ്മൾ മെട്രിസസിൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എം റോസും എൻ കോളംസും ഉള്ള ഒരു മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലർ മെട്രിക്സ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ ദാറ്റ് മെട്രിക്സ് ദ റോസ് ആൻഡ് കോളംസ് ആർ നോട്ട് ഈക്വൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻ എക്സാമ്പിൾ ഇസ് ഗിവൺ ടു us. ഈ തന്നെ എക്സാമ്പിളിൽ നോക്കൂ, റോ എന്ന് പറയുന്നത് 3 ആണ്, കോളം എന്ന് പറയുന്നത് 4 ആണ്. സോ ദ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഇസ് 3 into 4. അങ്ങനെ ആയാലല്ലേ അതൊരു റെക്റ്റാങ്കിൾ ആവുള്ളൂ. റോയും കോളവും ഒരേപോലെ വന്നാൽ അതിനെ നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കില്ല. സോ എം റോസും എൻ കോളംസും ഉള്ള ഒരു മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലർ മെട്രിക്സ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് മെട്രിക്സിലേക്ക് കിടക്കാം. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ദറ്റ് ഈസ് നോൺ ആസ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ്, a matrix with equal number of rows and columns is called a square matrix. അപ്പം ഈക്വൽ നമ്പർ ഓഫ് റോസും കോളംസും അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. അപ്പം ഇവിടെ റോസും കോളംസും ഈക്വലാണ്. ദാറ്റ് ഈസ് വെൻ ദർ ആർ n rows and n columns then we call it as a square matrix. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക് സ്ക്വയർ മെട്രിക്സിൻ്റെ 2 3 1 0 4 2 1 5 2. ഇതിൻ്റെ ഓർഡർ എടുക്കൂ. നമ്മൾ എങ്ങനെയാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? റോ ഇൻറ്റു കോളാണ് ഓർഡർ, അല്ലേ? റോ ഇൻറ്റു കോളം എന്ന് എഴുതുന്നു എന്ന് മാത്രം. അപ്പോൾ ഓർഡർ എങ്ങനെയാണ്? റോ എടുക്കൂ. എത്ര റോ ഉണ്ട്? റോ എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടലി പോകുന്നതിനെയാണ് റോ എന്ന് പറയുന്നത്. കോളം എന്ന് പറഞ്ഞാൽ വേർട്ടിക്കലി പോകുന്നതിനെയാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റോ എത്ര വരുന്നുണ്ട്? 3 rows and 3 columns. So the order of this matrix is 3 into 3. So it is a square matrix. So a matrix with equal number of rows and columns is called a square matrix. Next one is row matrix. What is meant by row matrix? A matrix having only one row is called a row matrix. ഒരു റോ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. എക്സാമ്പിൾ തന്നിട്ടുണ്ട് 5 2 4 2. ഇത് റോ മെട്രിക്സ് ആണ്. ഒറ്റ റോ ഉള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. എ മെട്രിക്സ് ഹാവിങ് ഓൺലി വൺ റോ ഇസ് കോൾഡ് എ റോ മെട്രിക്സ്. നെക്സ്റ്റ് വൺ, കോളം മെട്രിക്സ്. What is meant by column matrix? A matrix having only one column is called column matrix. കോളം തന്നത് നോക്കൂ. കോളം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് എഴുതുന്നു, അല്ലേ? 5 2 7 3. ഒറ്റ കോളേ ഉള്ളൂ. അപ്പം അതിനെയാണ് കോളം മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി വരുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അറിയേണ്ടത് എന്താണ് ലീഡിങ് ഡയഗണൽ. നമുക്കറിയാം ഡയഗണൽ എന്ന് പറയുന്നത് കോണോട് കോണ് ചേർന്നതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെരിഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇടത്ത് നിന്ന് വലത്തേക്ക് ഈ മെട്രിക്സിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലീഡിങ് ഡയഗണൽ എന്ന് പറയുന്നത്
3, 6, 8. ഈ 3 വാല്യൂസാണ് ലീഡിങ് ഡയഗണൽ എന്ന് പറയുന്നത്. 3, 6, 8. അപ്പോൾ നമ്മളിനി ഡയഗണൽ മെട്രിക്സ് എന്താണ് എന്ന് നോക്കുകയാണ്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ദോസ് ഇൻ ദ ലീഡിങ് ഡയഗണൽ ആർ 0 ഇസ് കോൾഡ് എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോസും കോളംസും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ദോസ് ഇൻ ദ ലീഡിങ് ഡയഗണൽ ആർ 0 ഇസ് കോൾഡ് എ ഡയഗണൽ മെട്രിക്സ്. നമുക്കിവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 5 0 0 0 7 0 0 0 8 അല്ലേ. ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലീഡിങ് ഡയഗണൽ എന്ന് പറയുന്നത് ഏതാ? ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലീഡിങ് ഡയഗണൽ അല്ലെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5 7 8. അത് മാത്രം വാല്യൂസിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം 0 ആണ്. ഡയഗണലിൻ്റെ മുകളിൽ 3 0, താഴെയും 3 0 അല്ല. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുകളിലും താഴെയും സീറോസ് വരികയും നടുവിൽ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നിൽക്കുകയും ചെയ്യുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. സോ ഡയഗണൽ മെട്രിക്സ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് all the elements except those in the leading diagonal R0 is called a diagonal matrix. അപ്പോൾ ലീഡിങ് ഡയഗണലിലുള്ള എലമെൻറ്റ്സ് മാത്രം വാല്യൂസ് ആയിട്ട് നിൽക്കുകയും ബാക്കിയെല്ലാം 0 ആയി മാറുകയും ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഡയഗണൽ മെട്രിക്സ്. Next one is scalar matrix. എന്താണ് scalar matrix? A diagonal matrix in which all the diagonal elements are equal is called a scalar matrix. ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ്. ഈ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഡയഗണൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ഉള്ള കോണ് ഭാഗത്ത് ചെരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആണ് ഓർ സെയിം, അങ്ങനെയാണെങ്കിലാണ് നമ്മളതിനെ സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. A diagonal matrix in which all the diagonal elements are equal is called a scalar matrix. ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ സ്ഥിതി എന്താണ്? ഈ മെട്രിക്സിൻ്റെ സ്ഥിതി എന്താണ്? 4 4 4 കണ്ടോ? ആ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കൂ, സെയിം ആണ്, 4 4 4. ബാക്കിയുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ സ്കാലാർ മെട്രിക്സ് എന്ന് പറയുമ്പം ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിട്ട് വരുന്നതിനെയാണ് സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ മെട്രിക്സ് മാത്രം വരികയും മുകളിലും താഴെയും സീറോസ് വരികയും ചെയ്താൽ അതിന് ഡയഗണൽ മെട്രിക്സ് എന്ന് മാത്രമാണ് പറയുന്നത്, അല്ലേ? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം വാല്യൂവിൻ്റെ രൂപത്തിലും മുകളിലും താഴെയും 0 ആയിട്ട് വരുമ്പം അതിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്നും, ഡയഗണൽ മെട്രിക്സ് എല്ലാം ഒരേപോലെ വരുമ്പം നമ്മളതിനെ സ്കാലാർ മെട്രിക്സ് എന്നും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് യൂണിറ്റ് മെട്രിക്സ്. A diagonal matrix in which each of the diagonal element is unity is said to be a unit matrix. ഈ ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഡയഗണൽ എലമെൻറ്റ്സ് ഇപ്പം നമുക്ക് നല്ല പരിചയമായി. ഇടത്ത് നിന്ന് വലത്തേക്ക് വരുമ്പോൾ കോണോട് കോണ് ചേർന്ന് കിടക്കുന്ന വാല്യൂസ്. അപ്പം അത് 1 ആണ് എങ്കിൽ അതിനെ യൂണിറ്റ് മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം വരികയും മുകളിലും താഴെയും സീറോസ് വരികയും ചെയ്യുന്ന സ്ക്വയർ മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് എന്നും, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ മെട്രിക്സിനെ സ്കാലാർ മെട്രിക്സ് എന്നും, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയി വരുന്ന ഒരു മെട്രിക്സിനെ യൂണിറ്റ് മെട്രിക്സ് എന്നും വിളിക്കുന്നു. എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഈച്ച് ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ് ഇസ് യൂണിറ്റ് ഓർ യൂണിറ്റി ഇസ് നോൺ ആസ് യൂണിറ്റ് മെട്രിക്സ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആണ്. സോ ഇറ്റ് ഈസ് യൂണിറ്റ് മെട്രിക്സ്. Next one is null matrix. Null matrix is also known as zero matrix. A matrix in which every element is 0 is said to be null matrix or zero matrix. ഈ മെട്രിക്സ് എടുത്ത് നോക്കൂ, എല്ലാ എലമെൻറ്റും 0 ആണ്. ഇങ്ങനെ എല്ലാ എലമെൻറ്റ്സും 0 ആവുമ്പം നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് null matrix. ഓക്കെ, next one is triangular matrix. What is meant by triangular matrix? If every element above
or below the leading diagonal is 0, the matrix is called a triangular matrix. അതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 1 3 4 0 8 5 0 0 2 അല്ലേ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ 1 8 2 ആണ് നമ്മളുടെ ലീഡിങ് ഡയഗണൽ. അതിൻ്റെ താഴെയുള്ളതാണ് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ കാരണം, ഈ മെട്രിക്സിനെ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ കാരണം ലീഡിങ് ഡയഗണലിൻ്റെ താഴെ 0 വന്നതുകൊണ്ട്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. ലീഡിങ് ഡയഗണൽ ഇസ് 5 7 3. 5 7 3യുടെ മുകളിലുള്ളത് 0 0 0 അല്ലേ. അപ്പം ദാറ്റ് ഈസ് 0. സോ ഇഫ് എവറി എലമെൻറ്റ് എബവ് ഓർ ബിലോ ദ ലീഡിങ് ഡയഗണൽ ഇസ് 0, ദ മെട്രിക്സ് ഇസ് കോൾഡ് എ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ട്രയാങ്കുലർ ആവാം, ലോവർ ട്രയാങ്കുലറും ആവാം. അപ്പർ ട്രയാങ്കുലറാണ് സെക്കൻഡ് കേസ്, ലോവർ ട്രയാങ്കുലറാണ് ഫസ്റ്റ് കേസ്. സോ എവറി എലമെൻറ്റ് എബവ് ഓർ ബിലോ ദ ലീഡിങ് ഡയഗണൽ ഇസ് 0, ദെൻ ദ മെട്രിക്സ് ഇസ് കോൾഡ് എ ട്രയാങ്കുലർ മെട്രിക്സ്. ഈക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്. എപ്പോഴാണ് രണ്ട് മെട്രിസസ് ഈക്വലാണ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ മെട്രിക്സ് എ ആൻഡ് മെട്രിക്സ് ബി. വെൻ വിൽ വി സേ ദാറ്റ് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ബി? ഫസ്റ്റ് കണ്ടീഷൻ, എ ആൻഡ് ബി ഷുഡ് ബി ഓഫ് ദ സെയിം ഓർഡർ. സെയിം ഓർഡർ ആയിരിക്കണം. ഓർഡർ എന്താണെന്ന് നമുക്കറിയാം. റോ ഇൻ ടു കോളത്തിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അപ്പം സെയിം ഓർഡർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് ദ എലമെൻറ്റ്സ് ഇൻ ദ കറസ്പോണ്ടിങ് പ്ലേസസ് ഓഫ് ദ ടു മെട്രിസസ് ആർ ഈക്വൽ. അപ്പോൾ ഓരോ സ്ഥാനത്തുള്ള എലമെൻസും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈക്വാലിറ്റി ഓഫ് ടു മെട്രിസസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും തന്നിട്ടുണ്ട്. എ മെട്രിക്സ് കൺസിസ്റ്റ് ഓഫ് 1 3 5 2 0 3 and 1 7 0. ബി മെട്രിക്സ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് 1 3 5 2 0 3 and 1 7 0. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി ആണ് എന്ന് പറയുന്നു. എങ്ങനെ ആയതുകൊണ്ടാണ് എ ഈസ് ഈക്വൽ ടു ബി ആയത്? നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഓർഡർ സെയിം ആണോ എന്നുള്ളതാണ്. വെദർ ദ റോ ഈസ് ഈക്വൽ ടു കോളം. ഇൻ ബോത്ത് ദ കേസസ് മെട്രിക്സ് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് റോ ഇസ് 3 അല്ലേ. 1 2 3 3 റോ 3 ഇൻറ്റു കോളം 3, അതാണ് മെട്രിക്സ് എൻ്റെ ഓർഡർ. ഇനി മെട്രിക്സ് ബിൻ്റെ ഓർഡറോ അതും സെയിം ആണ്, റോ ഇൻറ്റു കോളം 3 ഇൻറ്റു 3. സോ മെട്രിക്സ് എ ആൻഡ് ബി ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തത് എന്താണ്? ദ എലമെൻറ്റ്സ് ഇൻ ദ കറസ്പോണ്ടിങ് പ്ലേസസ് ഓഫ് ദ ടു മെട്രിസസ് ആർ ഈക്വൽ ഓർ സെയിം. തീർച്ചയായിട്ടും ആണ്. ഒന്നിൻ്റെ സ്ഥാനത്ത് 1 തന്നെയാണ് ബിയിൽ വന്നിട്ടുള്ളത്. എയിൽ 3 കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ബിയിൽ 3 തന്നെയാണ് വന്നിട്ടുള്ളത്. 5ൻ്റെ പ്ലേസിൽ 5 തന്നെ, 2ൻ്റെ പ്ലേസിൽ 2 തന്നെ, 0ൻ്റെ പ്ലേസിൽ 0 തന്നെ, 3ൻ്റെ പ്ലേസിൽ 3 തന്നെ, 1ൻ്റെ പ്ലേസിൽ 1 തന്നെ, 7 0 all are same. So we can say that the matrix A is equal to matrix B. ഇന്ന് നമ്മൾ ഒരുപാട് ടേംസ് പഠിച്ചിട്ടുണ്ട്. റെക്റ്റാങ്കുലർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, റോ, കോളം. ഏറ്റവും പ്രധാനം ലീഡിങ് ഡയഗണൽ എന്ന വാക്ക് പഠിക്കലാണ്. അത് പഠിച്ചാൽ മാത്രമേ ബാക്കി എല്ലാ മെട്രിസസും നമുക്ക് പറയാൻ പറ്റൂ. കാരണം അതെല്ലാം ഡയഗണൽ എലമെൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ മെട്രിസസും വരുന്നത്. അപ്പം ഡയഗണൽ മെട്രിക്സ്, സ്കാലർ മെട്രിക്സ്, യൂണിറ്റ് മെട്രിക്സ്, നൾ മെട്രിക്സ്, ട്രയാങ്കുലർ മെട്രിക്സ്. വാട്ട് ഇസ് മീൻ ബൈ ഈക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്? ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാം പഠിച്ചു വെച്ചാലേ നമുക്ക് നാളെ മുതൽക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു.